കോഴിക്കോട്ട് വീണ്ടും വൻ കവർച്ച. ചേവരമ്പലത്തെ ഡോക്ടർ ഗായത്രിയുടെ വീട്ടിൽ നിന്ന് 40 പവൻ സ്വർണ്ണമാണ് കവർന്നത്. ഈ മാസം 11 മുതൽ വീട്ടിൽ ആളില്ലായിരുന്നു. ഇന്നലെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന കാര്യം അറിഞ്ഞത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന, ഗുഡ് ഈവനിങ്. ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഗായത്രിയുടെ വീടിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണോ? കൃത്യമായിട്ട് ഗേറ്റിന്റെ കുറ്റിയൊക്കെ ഇടുന്നുണ്ടല്ലോ. തീർച്ചയായും സുജയ, അങ്ങനെ ഒരു സംശയമുണ്ട്. വലിയൊരു മോഷണമാണ് നടന്നിരിക്കുന്നത്, വലിയൊരു കവർച്ചയാണ്. 40 പവൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എന്നുള്ളതാണ് ഡോക്ടറായ ഗായത്രിയുടെ പരാതി. ഇവർ ഈ മാസം 11 മുതൽ വീട്ടിലില്ലായിരുന്നു. ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് പുലർച്ചെ 1:30 മണി സമയത്ത് കവർച്ച നടന്നു എന്നുള്ളതാണ് സംശയം. അത് ബലപ്പെടുത്തുന്ന ചില CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഡോക്ടറുണ്ട്. ഡോക്ടർ, സാധാരണ നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തു പോകാറില്ല? ഇല്ല, ഓരോരുത്തരും ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽപ്പുണ്ടാവും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകേണ്ടി വരുന്നത് അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം മാത്രമേ പോകാറുള്ളൂ. ഇത്രയും അടുപ്പിച്ച് പോയിട്ടേ ഇല്ല. ഇതിപ്പോൾ എത്ര 40 പവൻ സ്വർണ്ണം എത്ര പോയി എന്നുള്ളത് നിങ്ങൾ സംശയിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസിനോട്, അത് അവർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വാതിലൊക്കെ കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു നിങ്ങൾ കണ്ടത്? കുത്തിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഒരു തുണി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് സംശയം തോന്നിയത്. അപ്പം ഞങ്ങൾ തുണി കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ സാധാരണ നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കാറില്ല, അപ്പം നിങ്ങൾ ഇവിടെ ഇല്ല എന്നറിഞ്ഞ ആരെങ്കിലും ആയിരിക്കും മോഷണത്തിന് പിന്നിലല്ലേ? ആയിരിക്കും, കാരണം ഇത്രയും ദിവസം ഇല്ലാത്തത് കൊണ്ട്. ഇന്ന് രാവിലെ അല്ലേ, ഞങ്ങൾ 16 ദിവസമായിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് മോഷണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു CCTV ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടല്ലേ? CCTVയിൽ കാണുന്നുണ്ട്. ഇയാൾ കുറച്ച് 1:55 ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നതായിട്ട് CCTV കാണുന്നത്. ലൈവായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട്. അത് പോലീസിനെ കൊടുത്തിട്ടുണ്ട്, പോലീസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഏതായാലും സുജയ, പോലീസ് ഇപ്പോൾ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ചേവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സ്ക്വാഡ്, അങ്ങനെ ഡോഗ് സ്ക്വാഡ് ഒക്കെ ഇവിടെ എത്തി പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CCTV ദൃശ്യങ്ങളിൽ ഈ മോഷ്ടാവ് കുടുങ്ങി എന്നുള്ളത് തന്നെയാണ്. വീട്ടിൽ കിടപ്പുമുറിയിലും അങ്ങനെ അലമാരയിലും ഒക്കെ സൂക്ഷിച്ച 40 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് ഇപ്പോൾ മോഷണം പോയിട്ടുള്ളത്. സാധാരണ നിലയിൽ ഇവർ വീട്ടിൽ നിന്ന് പുറത്തു പോകാറില്ല. തിരുവനന്തപുരം സ്വദേശികളാണ് ഗായത്രിയും കുടുംബവും. അവർ ഈ പൂജയുടെയൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമായി വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസം 11 പോയതാണ്. ഇന്നലെ തിരിച്ചെത്തി. ഇന്ന് പുലർച്ചെയാണ് ഇപ്പോൾ ഈ മോഷണം നടന്നു എന്ന് സംശയിക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ ഏതായാലും ലഭിച്ചിട്ടുണ്ട് സുജയ. അതുമായി ബന്ധപ്പെട്ട് അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുകയും ചെയ്തിട്ടുണ്ട് സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്. ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നത്. അറിയാവുന്ന ആളാണോ എന്നതൊക്കെ എന്തായാലും ആ CCTV ദൃശ്യം വെച്ച് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. കോഴിക്കോട്ടാണ് ഈ വൻ കവർച്ച നടന്നത്. പമ്മി വരുന്ന കണ്ടില്ലേ ആ കള്ളൻ.